ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം ആരണ്യകാന്ഡം. സീതയും ശ്രീരാമ ലക്ഷ്മണന്മാരും ദണ്ഡകാരണ്യത്തിലാണല്ലോ താമസിച്ചു വന്നത്. ദണ്ഡകാരണ്യം എന്ന് പറഞ്ഞാൽ സംസാരധർമ്മത്തിൻ്റെ ഏറ്റവും ഉച്ചനിലയാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുമുണ്ടല്ലോ. സംസാരധർമ്മത്തിൻ്റെ ഉച്ചാവസ്ഥയിൽ നിൽക്കുമ്പോൾ എത്ര വലിയ ജ്ഞാനിയായാലും എന്തെങ്കിലും ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുകയെന്നത് സ്വാഭാവികമാണ്. എത്ര തന്നെ ശ്രദ്ധിച്ചാലും നിസ്സാരമായിട്ടെങ്കിലും ചില ആഗ്രഹം കടന്നുകൂടാതിരിക്കാൻ വിഷമമാണ്. ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് സംസാരമധ്യത്തിൽ വന്നു ചേരാവുന്ന ആഗ്രഹങ്ങളുടെ പ്രതീകമായിട്ടാണ് ശൂർപ്പണഖയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശൂർപ്പണഖ വളരെ മനോഹരവും ആകർഷകവുമായ ദേവീ സ്വരൂപത്തിലാണ് രാമലക്ഷ്മണന്മാരെ സമീപിച്ചത്. പക്ഷേ തിരസ്കരിച്ചപ്പോൾ അവളുടെ രാക്ഷസി സ്വരൂപം വ്യക്തമായി. എല്ലാ വൈഷയികാഗ്രഹങ്ങളും ഇങ്ങനെ തന്നെ. ആരംഭത്തിൽ അത് വളരെ സുന്ദരവും ഉപദ്രവരഹിതവുമാണെന്ന് തോന്നും. പക്ഷേ അതിനോടടുത്താൽ കാണാം അതിൻ്റെ രാക്ഷസീയത്വം. അങ്ങനെ തന്നെ വിഷയാഗ്രഹങ്ങളെ മാനിച്ചനുഭവിച്ചാലും വെറുത്ത് തിരസ്കരിച്ചാലും രണ്ടായാലും ഉപദ്രവവും ദുഃഖവുമാണ് ഫലം. ശൂർപ്പണഖയെ സ്വീകരിച്ചില്ല, തിരസ്കരിച്ചു എന്ന കുറ്റത്തിന് എന്തെല്ലാം ആപത്തുകളാണ് പിന്നീട് രാമചന്ദ്രൻ അനുഭവിക്കേണ്ടി വന്നത്. വിഷയങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഒരാഗ്രഹം അങ്കുരിച്ചാൽ മതി, ജ്ഞാനം നഷ്ടപ്പെടും. ആഗ്രഹത്തെ മാനിച്ചനുഭവിച്ചാലും വേണ്ടില്ല, തിരസ്കരിച്ചാലും വേണ്ടില്ല, ഫലം ഒന്നു തന്നെ. അതിനാൽ ആഗ്രഹം അങ്കുരിക്കാതിരിക്കാനാണ് ഒരു സാധകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സീതയെ നഷ്ടപ്പെടുത്തുന്നതുവരെ പ്രതികാരം ചെയ്തു ശൂർപ്പണഖ. ജ്ഞാനത്തെ നശിപ്പിക്കുന്നതുവരെ നിലനിൽക്കും ആഗ്രഹത്തിൻ്റെ പ്രത്യാഘാതം. രാവണൻ്റെ സഹോദരിയാണ് ശൂർപ്പണഖ. രജോ ഗുണത്തെയാണ് രാവണനാക്കി ചിത്രീകരിച്ചിരിക്കുന്നത്. 10 ഇന്ദ്രിയ ദ്വാരങ്ങളിൽ കൂടെയും എപ്പോഴും വിഷയങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രാഗിയായ ജീവൻ്റെ പ്രപഞ്ചവൃത്തി തന്നെ രാവണത്വം. 10 ഇന്ദ്രിയ ദ്വാരങ്ങളിൽ കൂടെയും എപ്പോഴും പുറമേക്കുള്ള വ്യാപ്തി തന്നെ 10 ശിരസുകൾ. 10 ഇന്ദ്രിയങ്ങളുടെയും അനുകൂല പ്രതികൂലങ്ങളായ 2 തരത്തിലുള്ള വൃത്തികൾ 20 കൈകളും. അങ്ങനെ രാഗപൂർണമായി ജീവിക്കുന്ന ഒരാളിൽ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഉണ്ടാവാത്തത്? അതാണ് രജോ ഗുണമാകുന്ന രാവണൻ്റെ സഹോദരിയാണ് ശൂർപ്പണഖയെന്ന് പറഞ്ഞതിൻ്റെ ചമൽക്കാരം. രാവണൻ്റെ തന്നെ അനുജന്മാരാണ് കുംഭകർണനും വിഭീഷണനും. അതായത് തമോ ഗുണവും സത്വഗുണവും. തമോ ഗുണത്തെയാണ് കുംഭകർണനായി ചിത്രീകരിച്ചിരിക്കുന്നത്. ആഹാര നിദ്രകൾ മാത്രമാണ് അയാളുടെ വൃത്തി. ഒരു കൊല്ലത്തിൽ 6 മാസം ആഹാരവും 6 മാസവും നിദ്രയുമാണത്രേ കുംഭകർണന്. അത് കഴിഞ്ഞാൽ പിന്നെ സമയമില്ലല്ലോ. അപ്പോൾ കുംഭകർണൻ്റെ വൃത്തി കേവലം ആഹാര നിദ്രകൾ മാത്രമാണെന്ന് വ്യക്തമാവുന്നു. തമോ ഗുണം വളർന്ന ഒരു ജീവൻ്റെ അവസ്ഥ ഇത് തന്നെ. പകൽ സമയം മുഴുവൻ ആഹാര കാര്യമായും രാത്രി മുഴുവൻ നിദ്രയായും കഴിയുന്നു. എല്ലാ ദിവസവും ഇങ്ങനെയെങ്കിൽ 6 മാസം ആഹാരവും നിദ്രയുമെന്ന് പറഞ്ഞത് ശരിയാണല്ലോ. രജോ ഗുണത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു തമസും സത്വവും. അതാണ് രാവണൻ്റെ സഹോദരന്മാരാണ് കുംഭകർണനും വിഭീഷണനും എന്ന് പറഞ്ഞത്. സത്വഗുണത്തെയാണ് വിഭീഷണനായി അവതരിപ്പിച്ചിരിക്കുന്നത്. സത്യം, അഹിംസ, ബ്രഹ്മചര്യം, അസ്തേയം, അപരിഗ്രഹം, ശമം, ദമം, തിതിക്ഷ എന്നീ ഗുണങ്ങൾ സ്വാഭാവികമായുണ്ട് വിഭീഷണന്. സത്വഗുണം വളർന്നാൽ സ്വാഭാവികമായി തന്നെ ഒരാൾക്ക് പ്രസ്തുത ഗുണങ്ങളൊക്കെ ഉണ്ടാവും. രാവണ കുംഭകർണ വിഭീഷണന്മാരാകുന്ന സഹോദരന്മാരും സഹോദരിയായ ശൂർപ്പണഖയും കൂടി താമസിക്കുന്ന സ്ഥലമാകട്ടെ ലങ്കയും. എപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തം തന്നെ ലങ്ക. ചിത്തത്തിലാണ് ഗുണങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിൽക്കുന്നത്. ചിത്തം ശാന്തമായാൽ എല്ലാം അടങ്ങി. സ്പന്ദനം കൊണ്ടാണ് ചിത്തം ക്ഷുബ്ധമാവുന്നത്. നിഷ്പന്ദമായാൽ സംസാരം തന്നെ അടങ്ങി എന്ന് പറയണം. സംസാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജ്ഞാനിയുടെ ചിത്തവും കൂടുതൽ സ്പന്ദിക്കാനും ക്ഷോഭിക്കാനും ഇടയായിത്തീരും. അപ്പോൾ ഗുണങ്ങളും ആഗ്രഹവുമൊക്കെ തലപൊക്കാനും തുടങ്ങും. അതിനാൽ ശൂർപ്പണഖ ആഗ്രഹങ്ങളുടെ പ്രതീകം തന്നെ. ജ്ഞാനി ആഗ്രഹത്തെ ആദരിച്ചാലും അനാദരിച്ചാലും കുഴപ്പമാണെന്ന് പറഞ്ഞുവല്ലോ. ശൂർപ്പണഖയെ അനാദരിച്ചതുകൊണ്ടാണ് ഖരദൂഷണ തൃശിരാക്കളും അസംഖ്യം രാക്ഷസന്മാരും എതിർക്കാനും രാവണൻ സീതയെ അപഹരിക്കാനും എല്ലാം ഇടയായത്. അനാദരിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ആദരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ലെന്ന് വിചാരിക്കേണ്ട. ആദരിച്ചാൽ മറ്റൊരു രൂപത്തിലാണ് സംഭവിക്കുകയെന്ന് മാത്രം. ശൂർപ്പണഖയെ ആദരിച്ച് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ
ബലാത്കാരേണ അവൾ തന്നെ സീതയെ കൊല്ലുകയോ അകറ്റുകയോ ചെയ്യും. ഏതായാലും ശൂർപ്പണഖ വന്നതോടെ സീതയ്ക്ക് ആപത്തായി. ആഗ്രഹം അങ്കുരിച്ചാൽ ജ്ഞാനം നശിക്കാതെ വയ്യ. ബ്രഹ്മവിദ്യയാണല്ലോ സീതയെന്ന് പറഞ്ഞത്. അതിനാൽ അപരോക്ഷമായ ആത്മജ്ഞാനം തന്നെ സീത. സീതയുടെ പാറാവുകാരനായിരുന്നു ജടായു. തത്വവിചാരം കൊണ്ടുണ്ടാവുന്ന പരോക്ഷ ജ്ഞാനത്തെയും തീവ്രമായ വിഷയ വൈരാഗ്യത്തെയുമാണ് ജടായുവായി ചിത്രീകരിച്ചിരിക്കുന്നത്. ജ്ഞാനവൈരാഗ്യങ്ങൾ ബലപ്പെട്ടിരിക്കുമ്പോൾ ബ്രഹ്മവിദ്യ നിലനിൽക്കും. അവ ദുർബലങ്ങളോ നഷ്ടപ്രായങ്ങളോ ആയിത്തീരുമ്പോൾ അപരോക്ഷ ജ്ഞാനമാകുന്ന ബ്രഹ്മവിദ്യ നഷ്ടപ്പെടുകയും ചെയ്യും. അതാണ് ജടായുവിൻ്റെ ചിറക് മുറിഞ്ഞപ്പോൾ സീത നഷ്ടപ്പെടാൻ ഇടയായത്. വീണ്ടും ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രബലങ്ങളായിത്തീരുമ്പോൾ വീണ്ടും ബ്രഹ്മവിദ്യ പ്രകാശിക്കുകയും ചെയ്യും. അതിൻ്റെ തെളിവായിട്ടാണ് ജടായുവിൻ്റെ ചിറക് മുറിയുമ്പോൾ നഷ്ടപ്പെട്ട സീതാദേവിയെ എല്ലായിടത്തും തിരഞ്ഞിട്ടും കാണാതെ അവസാനം സമ്പാദിക്ക് നഷ്ടപ്പെട്ട ചിറക് മുളച്ചുണ്ടാവുമ്പോൾ കണ്ടുകിട്ടുന്നതായി വർണ്ണിച്ചിരിക്കുന്നത്. ജടായുവിൻ്റെ ചിറകറ്റപ്പോൾ കാണാതായ സീതാദേവി സമ്പാദിക്ക് ചിറക് മുളച്ചപ്പോൾ പ്രയത്നം കൂടാതെ തന്നെ കാണപ്പെട്ടു. അതുവരെ പല സാഹസങ്ങൾ ചെയ്തിട്ടും പലയിടത്തും തിരഞ്ഞിട്ടും കാണപ്പെടാൻ ഇടവന്നില്ല. ജ്ഞാനവൈരാഗ്യങ്ങളും ബ്രഹ്മവിദ്യയും തമ്മിലുള്ള ബന്ധമാണ് ഈ വർണ്ണനത്തിൽ കൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പമായിട്ടാണെങ്കിലും നാമരൂപങ്ങളിൽ അഭിനിവേശമുണ്ടാവാൻ പാടില്ല ബ്രഹ്മജിജ്ഞാസുവിന്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം അവൻ്റെ ജ്ഞാനം നഷ്ടപ്പെടും. ഇതിനെ ഏറ്റവും ദൃഢപ്പെടുത്തി കാണിക്കുകയാണ് പൊന്മാൻ വൃത്താന്തം കൊണ്ട് സാധിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് വളരെ തീവ്രമായ വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമില്ല. ഏതു കാലത്തും തീവ്ര വൈരാഗ്യം നിലനിൽക്കുക തന്നെ വേണം. എങ്കിലേ കാലം കൊണ്ട് പ്രാരബ്ധങ്ങളെ അതിക്രമിച്ച് പൂർണ്ണതയിൽ എത്തൂ. ശ്രീരാമന് അയോധ്യയിൽ വെച്ചുണ്ടായ വൈരാഗ്യം പഞ്ചവടിയിലും ഉണ്ടായിരുന്നെങ്കിൽ പൊന്മാനെ ആഗ്രഹിക്കാനോ അതിൻ്റെ പിന്നാലെ പോവാനോ ഇടവരില്ല. വൈരാഗ്യത്തിന് ശൈഥില്യം വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതിൻ്റെ ഫലമാകട്ടെ സീതയെ നഷ്ടപ്പെടേണ്ടി വന്നു എന്നതുമാണ്. സത്സംഗം പോലുമില്ലാതെ സംസാരികളായ ജനങ്ങളുടെ ഇടയിലിറങ്ങി വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഏത് ജ്ഞാനിക്കും വൈരാഗ്യത്തിന് ശൈഥില്യവും ആഗ്രഹത്തിന് വളർച്ചയുമൊക്കെ ഉണ്ടാകാം. കാമത്തെ അഥവാ ആഗ്രഹത്തെ സ്വീകരിച്ചാലും നിഷേധിച്ചാലും എങ്ങനെയായാലും അതിൽ നിന്ന് ക്രോധം തുടങ്ങിയ പല തരത്തിലുള്ള വികാരങ്ങളും ഉണ്ടാവാം. അവയെല്ലാം തന്നെ ജീവനെ കഠിനമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. അതാണ് ശൂർപ്പണഖയെ തിരസ്കരിച്ചപ്പോൾ വന്നു ചേർന്ന ഖരാദികളും അവരുടെ സംഘട്ടനവും എല്ലാം. അതിനാൽ ബ്രഹ്മജിജ്ഞാസുവിൻ്റെ ചിത്തത്തിൽ ആഗ്രഹം അങ്കുരിക്കാൻ ഇടവരാതെ അത്യന്ത ശ്രദ്ധയോടെ ഇരിക്കുക തന്നെ വേണം. രാവണന് കുറേ മുമ്പ് തന്നെ സീതയെ തൻ്റേതാക്കിയാൽ കൊള്ളാമെന്ന മോഹമുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് മിഥിലയിലേക്ക് സീത വിവാഹത്തിന് പോലും പോയത്. മഹേശ്വര ചാപം ഭഞ്ജിച്ചാൽ അന്ന് തന്നെ സീതയെ തൻ്റെ സ്വന്തമാക്കി കൊണ്ട് പോരാമായിരുന്നു. അതായിരുന്നു ഏറ്റവും ശരിയായ മാർഗം. പക്ഷേ അത് രാവണന് സാധിച്ചില്ല. ഏറ്റവും ശരിയായ നേർമാർഗത്തിൽ കൂടെ തനിക്ക് സീതയെ പ്രാപിക്കാൻ സാധ്യമല്ലെന്ന് മുൻപ് തന്നെ രാവണന് അറിയാം. അതിനാൽ എങ്ങനെയെങ്കിലും കിട്ടിയാലും മതി എന്നായി. അതാണ് പിന്നെ സന്ദർഭം വന്നപ്പോൾ അപഹരിക്കാൻ പോയത്. സീതയെ വശത്താക്കുന്നത് വരെ നിലനിൽക്കുന്നതും വിഷയാഗ്രഹങ്ങളിൽ ഒഴുകിയതുമായ ഒരു കപട സന്യാസി വേഷം കെട്ടിയാണ് പോയത്. സീതയെ കിട്ടാൻ ഏറ്റവും പറ്റിയ വൃത്തി സന്യാസമാണെന്ന് രാവണന് അറിയാം. അതാണല്ലോ സന്യാസി വേഷം കെട്ടിപ്പോയത്. പക്ഷേ സന്യാസം വേഷപ്രധാനമല്ല, ധർമ്മപ്രധാനമാണ് എന്നോർത്തില്ല. ധർമ്മമില്ലെങ്കിൽ വേഷം കൊണ്ട് സന്യാസിയാവില്ല. ധർമ്മമുണ്ടെങ്കിൽ വേഷമില്ലെങ്കിലും സന്യാസിയാണ് താനും. ത്യാഗത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ചിഹ്നമാണ് സന്യാസി വേഷം. അതില്ലാത്തവർക്ക് ആ വേഷം ഭൂഷണമാവാൻ വയ്യ. സന്യാസിക്ക് സീത അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ കാലം കൊണ്ട് വശകയാവില്ല. അഥവാ കിട്ടിയാലും പ്രയോജനവുമില്ല. രാവണൻ ത്യാഗിയല്ല, ഭോഗിയാണ്. അതിനാൽ സന്യാസിയാവാൻ വയ്യ. സന്യാസിയല്ലാത്ത ഒരാൾക്ക് ബ്രഹ്മവിദ്യയാകുന്ന സീതയെ നേർവഴിയിൽ കൂടെ കിട്ടാൻ വയ്യ. അതാണ് വേഷം കെട്ടി സന്യാസിയായി സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. എന്നിട്ടും പ്രയോജനമുണ്ടായില്ലെന്ന് മാത്രമല്ല, ആപത്തുണ്ടാവുകയും ചെയ്തു. രാമൻ ത്യാഗിയാണ്. അതിനാൽ വേഷം കെട്ടാതെ തന്നെ സന്യാസിയാണ്. സീതയെ നേർവഴിയിൽ കൂടെ തന്നെ കിട്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും ത്യാഗവൈരാഗ്യങ്ങൾക്ക് ശൈഥില്യം വന്നപ്പോൾ സീത പോയി. വീണ്ടും അതുണ്ടായപ്പോൾ സീതയോട് കൂടിച്ചേരുകയും ചെയ്തു. ഇങ്ങനെ എത്രയെത്ര തത്വരത്നങ്ങളെയാണ് പ്രസ്തുത കഥാഘടനയിൽ ഉള്ളിരുത്തിയിരിക്കുന്നതെന്ന് പറയുവാൻ വയ്യ.
അവയെ മുഴുവനും ഇവിടെ നിരൂപിക്കാൻ സാധ്യമല്ലെന്ന് തന്നെ പറയണം. എങ്കിലും ഒന്ന് രണ്ടെണ്ണത്തെ കൂടെ സ്പർശിക്കാം. ഒരാൾ എത്ര തന്നെ നിഷ്കളങ്കനായാലും സ്ത്രീകളുമായി ഏത് പ്രകാരത്തിലെങ്കിലും ബന്ധപ്പെട്ടാൽ എന്തെങ്കിലും ചില ദോഷാരോപങ്ങൾക്ക് പാത്രമാവേണ്ടി വരുമെന്നതാണ് മറ്റൊന്ന്. വാസ്തവത്തിൽ ലക്ഷ്മണൻ പരമ നിഷ്കളങ്കനായിരുന്നു. എന്നിട്ടും സീതാദേവി ലക്ഷ്മണനിൽ പല ദോഷങ്ങളെയും ആരോപിച്ചുകൊണ്ട് അതിക്രൂരമായി സംസാരിച്ചു. അത് കേട്ട് പൊറുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ലക്ഷ്മണൻ ആശ്രമം വിട്ട് പോവേണ്ടി വന്നത്. അതിൻ്റെ ഫലമോ സീത തന്നെ അനുഭവിക്കുകയും ചെയ്തു. നിഷ്കളങ്കനായ ഒരാളുടെ മനസ്സിനെ അകാരണമായി വേദനിപ്പിച്ചാൽ അതിന് ഈശ്വര മുഖേന കഠിനമായ ശിക്ഷ കിട്ടും. ആ ശിക്ഷയാണ് സീത പിന്നീട് വളരെ കാലം തന്നെ അനുഭവിച്ചത്.